ഹലോ ഗൈസ്. സോ വിത്ത് യുവർ പെർമിഷൻ ഞാൻ ഇൻട്രോ ഒന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ബിക്കോസ് ഐ നോ ദിസ് വീഡിയോ ഈസ് കമ്മിങ് ടു ലേറ്റ്. കുറേ താമസിച്ചോട്ടെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇച്ചിരി തിരക്കായി പോയി, ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അറൗണ്ട് ഡിസംബർ ലാസ്റ്റ് വീക്ക് എടുത്ത വീഡിയോയാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ കുറേ ലൈറ്റിങ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ ഞങ്ങൾ കൊല്ലം ടു ട്രിവാൻഡ്രം തീരദേശം വഴി പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇത്. സോ ഞങ്ങൾ വന്നേക്കുന്നത് വസന്തോത്സവം, ട്രിവാൻഡ്രത്ത് വസന്തോത്സവം നടന്ന സമയത്ത് വന്നതാണ്. സോ അവിടുത്തെ ലൈറ്റ് ഷോ കാണാൻ വേണ്ടി ഓടി പുറപ്പെട്ട് വന്നതാണ്. പക്ഷേ എഡിറ്റ് ചെയ്തിടാൻ വേണ്ടി ഇച്ചിരി താമസിച്ചു പോയി. അക്കോർഡിംഗ് ടു മീ ദിസ് വാസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻഡ് ഡ്യൂറിങ് ദ ന്യൂ ഇയർ. കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഈ ലൈറ്റും സെറ്റിംഗ് ഒക്കെ അവരവിടെ ചെയ്തേക്കുന്നത്. ലൈറ്റ് മാത്രമല്ല ഫ്ലവർ ഷോയും ഉണ്ടായിരുന്നു. ബട്ട് ദ ക്യാച്ചി വാസ് ലൈറ്റ് ഷോ. ഭയങ്കര നൈസായിരുന്നു കേട്ടോ. അപ്പം അതിനകത്ത് തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കുറച്ചും കൂടെ കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കുറേ സെറ്റപ്പുകളാണ് കാണുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫ്രോസൺ സിനിമയൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ, കണക്കന്നെ ഫാൻറ്റസിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഇതൊക്കെ കണ്ട് കഴിഞ്ഞ് അങ്ങോട്ട് നടന്നു വന്നപ്പോഴാണ്ടാ അവിടുത്തെ ഏറ്റവും ക്യാച്ചി ആയിട്ടുള്ളൊരു കിടുക്കാച്ചി സാധനം ഇത് ഈ ഒരു ഐറ്റം, ഒരു അഡാ സാധനമായിരുന്നു കേട്ടോ. ഭയങ്കര നൈസായിരുന്നു കാണാനായിട്ട്. ഭയങ്കര ക്രിയേറ്റീവായിട്ട് അവർ ചെയ്തു വെച്ചേക്കുന്നത് ഒരു ചൈനീസ് ലാൻറ്റേൺ ഡ്രാഗൺ അതൊക്കെയായിരുന്നു തീം. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് വാസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ദാറ്റ് അവരവിടെ ചെയ്തിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഇതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നടന്ന് വരുമ്പോൾ നിയോൺ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു ആർച്ചൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് അവിടെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇരുട്ടത്ത് ഇങ്ങനെ നിയോൺ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതാണ് നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ അതിന് ശേഷം വേറെയും ഫെയറി ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് അവർ വേറെയും കുറേ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് അവിടെ ഞാൻ കണ്ടത്, ഇമ്പോർട്ടൻ്റ് അല്ല ഒരു ഫണ്ണി തിങ് ഞാൻ അവിടെ കണ്ടതെന്ന് വെച്ചാൽ അവരവിടെ ഇഗ്ലൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഭയങ്കര നൈസായിരുന്നു. ജസ്റ്റ് ആ ഒരു മോൾഡ് മാത്രമേ ഉള്ളൂ. അകത്ത് അവർ തണുത്ത കാറ്റൊക്കെ തരുന്നുണ്ട്. ലൈക്ക് ഫാൻ എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു അതിനകത്ത്. ബട്ട് ഗൈസ് ഭയങ്കര നൈസായിരുന്നു കേട്ടോ. ഇഗ്ലൂ വാസ് ഓൾസോ സോ മച്ച് ക്രിയേറ്റീവ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ ഫസ്റ്റ് കണ്ട കുറേ കാര്യങ്ങളുടെ ബാക്ക് സൈഡിലൂടെ നമ്മളിങ്ങനെ കറങ്ങിപ്പോവും. അതിന് ശേഷമാണ് ലൈക്ക് ഫ്ലവർ ഷോയുടെ ഭാഗത്തോട്ട് നമ്മൾ ചെല്ലുന്നത്. ഫ്ലവർ ഷോ എന്ന് പറയുന്നത് പ്രോപ്പർ കനകക്കുന്ന് പാലസിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് വശത്തുള്ള ഗാർഡനിലാണ് അവരത് സെറ്റ് ചെയ്തേക്കുന്നത്. സോ ഇതാണ് നമ്മൾ ആദ്യം കണ്ടത്. നമ്മൾ താഴെ വെച്ചൊരു മാനിനെയൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് കേട്ടോ ഇത്. അയ്യോ നല്ല അടിപൊളി സംഭവമായിരുന്നു. അപ്പം ക്രിസ്മസിൻ്റെ ചാരിയട്ടും കുറേ മാനൊക്കെ ആയിട്ട് നമ്മൾ താഴെ നിന്ന് കണ്ട സാധനം മുകളിൽ നിന്ന് കാണുന്നു. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഒരു മെയ്സ് പോലൊരു സംഭവം അവരോട് ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു, ലൈറ്റൊക്കെ വെച്ചിട്ട്. ആദ്യം വഴിയൊക്കെ തെറ്റിപ്പോയി. പിന്നെ എങ്ങനെയൊക്കെ ആരുടെയൊക്കെ പുറകെ ഇറങ്ങിപ്പോയിട്ട് പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും ഭയങ്കര ക്രിയേറ്റീവായിട്ട് എനിക്ക് ക്യാച്ച് ആയിട്ട് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. ഫ്ലവേഴ്സ് കൊണ്ട് ആനിമൽസിനെ സെറ്റ് ചെയ്തേക്കുന്നു. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വെഡ്ഡിങ്ങിനൊക്കെ സ്റ്റേജിനകത്ത് ഡെക്കർ ചെയ്യുന്നത് പോലെ അവർ സെറ്റ് ചെയ്തേക്കുന്നതെന്നാണ്. ബട്ട് ഭയങ്കര നൈസായിരുന്നു കേട്ടോ. ലൈവ് ഫ്ലവേഴ്സ് ആയിരുന്നു, പ്ലാസ്റ്റിക് അല്ല, ലൈവ് ഫ്ലവേഴ്സ് ആയിരുന്നു. സോ യെസ്, ഇതും ഭയങ്കര നൈസായിരുന്നു. ഇതൊക്കെ നമുക്ക് ലൈഫിൽ വൺ ടൈമേ കാണാൻ പറ്റുള്ളൂ. സോ ഡോണ്ട് മിസ് ഇറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ബട്ട് സംഭവം ഇപ്പം കഴിഞ്ഞു പോയി. ബട്ട് ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലക്കിയാണ് നിങ്ങൾ. സോ യെസ്, അതിന് ശേഷം നമ്മുടെ പാലസിൻ്റോട്ട് പോകുന്ന വഴിക്ക് ഇതാണെങ്കിൽ കുറേ ഔഷധ സസ്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതല്ലാണ്ടും വേറെ കുറേ ഫ്ലവേഴ്സൊക്കെ സൈഡിലുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ കനകക്കുന്ന് പാലസ്. സോ അതിൻ്റെ എൻട്രൻസിൽ തന്നെ പാലസ് ഫുള്ള് തുറന്നിട്ടില്ല, അതിൻ്റെ ഒരു ഏരിയ മാത്രം തുറന്നിട്ട് അവിടെ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തേക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ പാലസിൻ്റെ ഫ്രണ്ടിലുള്ള ഏരിയയിൽ സെറ്റ് ചെയ്തേക്കുന്ന ഫ്ലവേഴ്സ് ആയിരുന്നു. ഇതെല്ലാം കൂടി ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണുമ്പോഴേ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ വീഡിയോയിൽ കാണുന്നേ കണക്കല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഒരു കളറൊക്കെ അവർ സെറ്റ് ചെയ്തേക്കുന്ന കാണാനായിട്ട്. സോ അവർ നല്ല അടിപൊളിയായിട്ട് പാലസിൻ്റെ 4 ചുറ്റും ഫ്ലവേഴ്സൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അതൊക്കെ ഇഷ്ടമാകും. കാരണം എനിക്ക് അത്ര അങ്ങോട്ട് മെയിൻ്റനൻസ് എനിക്ക് പാടായതുകൊണ്ട് എനിക്കങ്ങനെ ഫ്ലവേഴ്സിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ കണ്ടു നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിക്കും കാണാനായിട്ട്. പക്ഷേ സ്വന്തമായിട്ട് അങ്ങോട്ട് പണിയെടുക്കാൻ ഇച്ചിരി പാടാണ്. സോ യെസ്, അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ. ഞാനിത് കണ്ടപ്പം വിചാരിച്ച് പ്ലാസ്റ്റിക് കവറായിരിക്കും എന്ന്. പക്ഷേ ആ സാധനം ജയൻറ്റ് വാട്ടർ ലില്ലിയുടെ ഇലയാണ്. അയ്യോ ഭയങ്കര വലുതായി പോയിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഭയങ്കര എന്താ പറയണേ, ക്യൂരിയസ് ആയിരുന്നു. ലൈക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്.
പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ദേ ഇങ്ങനെ ഒരു ഓറഞ്ച് ഫ്ലവർ ഉണ്ടായിരുന്നു. ഇതെന്താ പേരെന്ന് എനിക്കറിയില്ല, ബട്ട് പ്ലാസ്റ്റിക് കണക്കിരിക്കും, പക്ഷേ പ്ലാസ്റ്റിക് അല്ല, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇതുപോലെ നമ്മുടെ വലിയ വലിയ മരങ്ങൾ അവർ പോട്ടഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡോർ ആക്കി വെക്കാനാണോ അതോ ഈ ഭംഗിക്ക് വേണ്ടിയിട്ടാണോ എന്നറിയില്ല, പക്ഷേ നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ഈ ടൈപ്പ് ചെടികളൊക്കെ കണ്ടു. ഇതൊക്കെ 40-35 വർഷമൊക്കെ പ്രായമുള്ള ചെടികളാണ് പോട്ട് ചെയ്ത് അവർ വെച്ചേക്കുന്നത്. അയ്യോ നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ പിന്നെ ഫ്ലവർ ഷോ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ചെറിയ എക്സിബിഷൻ്റെ ഒരു ഏരിയ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എക്സിറ്റ് ആവാം. സോ എനിക്കറിയാം ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് വീഡിയോ ഇടുന്നതെന്നുള്ളത്, പക്ഷേ ആർക്കെങ്കിലും ഈ ഒരു ചാൻസ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. സോ ഇനി നമുക്ക് വേറെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.